ഹലോ ഫ്രണ്ട്സ്, ഫ്ലിപ്സ് ഓൺ സഫാരി എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം സഫാരി, നിങ്ങളെൻ്റെ സ്വന്തം സബ്സ്ക്രൈബേഴ്സ്. സഫാരി ഇപ്പോൾ ഉള്ളത് ഒരു വലിയ കുന്നിൻ്റെ മേൽ. ആ കുന്നിൻ്റെ പേരാണ് പൊസോട്ടി ഗുംബ എന്നാണ് അറിയപ്പെടൽ. കേരള കർണാടക അതിർത്തിയിലാണ് ഈ കുന്നുള്ളത്. ഇവിടെ രാവിലെയുള്ള വൈബാണ് ഈ കാണുന്നത്. ആളുകളിങ്ങനെ കയറുന്നുണ്ട്. കുറേ കയറണത്. കുറേ കയറി കഴിഞ്ഞാൽ ഇത് താഴെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്. അതിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് നല്ലൊരു വ്യൂ കാണാം. ഇതിൻ്റെ ഏറ്റവും മുകളിൽ കയറുമ്പോഴാണ് ആ വ്യൂ പോയിൻ്റ് കിട്ടുക. സഫാരി അങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. രാവിലെ സൂര്യൻ ഉദിക്കുന്ന ടൈമിൽ നല്ല വൈബുണ്ടായിരുന്നു. മാഞ്ചിയം അല്ലെങ്കിൽ യൂക്കാലിപ്സ് മരങ്ങൾ, അതുപോലെ കശുവണ്ടി മരങ്ങളും ഒക്കെയാണ് ഇവിടെ ഈ കയറ്റം കയറുന്നിടത്തുള്ളത്. ആകാശത്ത് ചന്ദ്രനെ ഒരു പൊട്ടുപോലെ കാണാൻ കഴിയും. ഇവിടെ സൂര്യനെ ഈ മരത്തിൻ്റെ ഉള്ളിലൂടെയും കാണാൻ കഴിയും. ഗോംബയുടെ പകുതിയോളം കയറി കഴിഞ്ഞാൽ അവിടെയുള്ളൊരു ദൃശ്യമാണിത്. ഏകദേശം കയറി കഴിഞ്ഞു. ഏകദേശം റാണിപുരം പോലെയാണ് ഇവിടെ ഉള്ളത്. കുറച്ചും കൂടി കയറിയപ്പോൾ അവിടെ വ്യൂ ആണ് ഈ കാണുന്നത്. പിന്നെ ഇവിടെ സഞ്ചാരികളൊക്കെ കയറി ഫുഡെല്ലാം കഴിച്ചതിൻ്റെ വേസ്റ്റ് ഇവിടെ കാണാം. ഇവിടെ നിന്നുള്ള സൂര്യൻ്റെ ദൃശ്യമാണിത്. സൂര്യനോട് ഏകദേശം അടുക്കുന്നുണ്ട്. ഇതെല്ലാം കാടും മലകളും കുന്നുകളുമാണ് കേട്ടോ. ഒരു മേഘം പോലെയാണ് അതെല്ലാം കാണുന്നത്. എല്ലാം കാടുകൾ, കുന്നുകൾ, മലകൾ. ഇവിടെ നിന്ന് കർണാടക കാണാൻ കഴിയും. കുറച്ചുകൂടി മുകളിലേക്ക് കയറിയാലുള്ള അവിടെയുള്ള ദൃശ്യമാണ്. അതുപോലെ മാഞ്ചിയ മരങ്ങൾ, പിന്നെ തൊരടിപ്പഴങ്ങൾ, പിന്നെ ഇവിടെ തേനീച്ച. ഇതിലൂടെയൊക്കെ വന്ന് തേനെടുക്കുന്നത് കാണാൻ പറ്റി സഫാരിക്ക്. കാണാം, തേനീച്ചയുടെ ശബ്ദം കേൾക്കുകയും ചെയ്യാം, തേനീച്ചനെ കാണുകയും ചെയ്യാം. സഫാരിയെ ചുറ്റിപ്പറ്റി തേനീച്ച നിൽക്കുന്നുണ്ട്. അങ്ങനെ സഫാരി ഏകദേശം മലയുടെ മുകളിലെത്തിയിരിക്കുകയാണ്. അതിൻ്റെ മുകളിൽ നിന്നുള്ള ദൃശ്യമാണ് ഈ കാണുന്നത്. മൊട്ടക്കുന്ന് കാണുന്നുണ്ട്. ആകാശം അടുത്തു. ഭൂമി ആകാശം, ഭൂമി ആകാശം, ആകാശം ഭൂമി, ഭൂമി ചന്ദ്രൻ, ചന്ദ്രൻ സൂര്യൻ. അപ്പോൾ സഫാരി ഏകദേശം എത്തി. എല്ലാ മലകളും കാടുകളും കുന്നുകളും പർവ്വതങ്ങളും മൊട്ടക്കുന്നുകളും കാണാൻ കഴിയും. ഇത്രയും ദൂരത്തിൽ നിന്ന് സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 1 കിലോമീറ്ററോളം ഉയർച്ചയിലായിരിക്കും ഇത്. ഈ പൊസോട്ടി ഗുംബ കാണാൻ വേണ്ടി സഞ്ചാരികൾ രാവിലെ തന്നെ വരാറുണ്ട്. അതുപോലെ വൈകുന്നേരം സൺറൈസ്, സൺസെറ്റ്, അവ രണ്ടും ഇവിടെ നിന്ന് ശരിക്കും ആസ്വദിക്കാൻ കഴിയും. ഒരു എൻഡിങ് പോയിൻ്റാണ് ഈ കാണുന്നത്. എൻഡിങ് പോയിന്റിൽ തന്നെ എല്ലാം ഏകദേശം കാണുന്നുണ്ട്.